ശ്രീമതി സോയ, എന്തായാലും ബി.ജെ.പി. ഗവൺമെന്റിന്റെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ സമ്പൂർണ്ണ വികസനം സ്ത്രീകൾക്ക് ലക്ഷ്യം വയ്ക്കുമ്പോൾ അതിനെ വിമർശിക്കുകയാണെങ്കിൽ അത് ആ വിമർശനങ്ങളിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി വേണ്ടേ? കൂടുതൽ മികച്ചതാക്കണം എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ പെൺകുട്ടികൾക്ക്, വനിതകൾക്ക് ഇനി എന്തൊക്കെ പദ്ധതികൾ കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ളത് കൂടിയാണ് താങ്കളുടെ അഭിപ്രായം. നേരത്തെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. എന്നിരുന്നാൽ പോലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഉതകുന്ന പ്രധാന പദ്ധതികൾ എന്തൊക്കെ വിഭാവനം ചെയ്യണം എന്നാണ് കരുതുന്നത്? കാരണം അതൊക്കെ ഇനി വരും വർഷങ്ങളിലും പ്രായോഗികമാക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും നിങ്ങളുടെ കഴിഞ്ഞ ചോദ്യം ഇത് തന്നെയായിരുന്നു. അത് ഞാൻ വളരെ കൃത്യമായി എന്റെ ആശയങ്ങൾ ഞാൻ വളരെ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കുറെ കൂടെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാവുന്നതുമാണ്. ബി.ജെ.പിയുടെ പ്രതിനിധി മുന്നോട്ട് വെച്ച ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. അതായത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്തിന് മുൻപ് കേരള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുകടത്തെ പറ്റിയും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയെ പറ്റിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ പൊതുകടം എത്രയാണ് എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് മുൻപ് പറഞ്ഞു വെച്ച ഒരു വാദം ഞാൻ അതിന്റെ ഇടയിൽ വിട്ടുപോയതാണ്. ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട് വലിയ സ്കീമാണ് ഉജ്ജ്വൽ യോജന എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം എന്താണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ഫ്രീ ആയിട്ട് സ്റ്റവും ഗ്യാസ് സിലിണ്ടറും കൊടുക്കുക എന്ന് പറയുന്ന BPL കുടുംബങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കുറെ കൂടെ സ്ത്രീകളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കുറെ കൂടെ ഒരു ഈസിനെസ് ഉണ്ടാക്കുക എന്ന്, അല്ലെങ്കിൽ കുറെ കൂടെ മോഡേണൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള കണക്കുകൾ, കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ കൂടെ പരിശോധിക്കണം നിങ്ങൾ. ഇത് വെറുതെ നമ്മൾ വാക്കുകളുടെ അപ്പുറത്തേക്ക് സംസാരിച്ചു വെച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ 10 വർഷം ഇത്തരത്തിലുള്ള വാക്കുകളും ഇത്തരത്തിലുള്ള ആവാസ് യോജനകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉജ്ജ്വൽ യോജനകളും ഒക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഉജ്ജ്വൽ യോജനയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ സിലിണ്ടർ, ആദ്യത്തെ സ്റ്റൗ സൗജന്യമായി കൊടുക്കുകയും പിന്നീട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത് റീഫിൽ ചെയ്യണമെങ്കിൽ 1000 രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം മാറി. അല്ലെങ്കിൽ 1100 വരെ അത് എത്തി നിൽക്കുന്ന, 1200 വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്ത് മാറി. അതിൽ നിന്നൊക്കെ വില കുറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീമതി സോയ. ഇപ്പോൾ 800 രൂപയിൽ നിൽക്കുകയല്ലേ? അപ്പോൾ മുൻകാല വിലയെ നമുക്ക് പ്രതിനിധീകരിക്കേണ്ടതില്ലല്ലോ.